ഓഹോ, ചെളിയിൽ ഇപ്പൊ പ്ലീന്തിരിക്കും. വീഡിയോയിൽ പാലൂരി പോയി കാണൂ. കാറിലെങ്ങനെ കയറും? ഹലോ ഗൈസ്, യു ആർ വാച്ചിങ് AG Diaries ബൈ അഖിൽ ആൻഡ് ഗോപിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശങ്കുവിൻ്റെ ഒരു പേരെടുത്തിലാണ്. ശങ്കുവിൻ്റെ അല്ല കേട്ടോ, അല്ലേ? അമ്മയുടെ ശങ്കുവിൻ്റെ അമ്മയുടെ പേരെടുത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ശങ്കുവിൻ്റെ അമ്മയുടെ സ്ഥലത്താണ് കേട്ടോ. ആദ്യം പറഞ്ഞില്ലേ, അമ്മയുടെ സ്ഥലമാണ്. അപ്പോൾ ഇവനിങ്ങനെ ഇവിടെ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് വരുന്നത് ഈ കുറേ സ്ഥലങ്ങൾ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എല്ലാം ഞാനും ആദ്യമായി കാണുന്ന സ്ഥലങ്ങളാണ്. സോ പിന്നെ ഇവൻ്റെ തള്ള സ്റ്റോറിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കേട്ട് ഞാൻ മടുത്തില്ല. ഈ ആറ്റിൽ ഇത് ആറെന്നാണ് ഇവൻ പറയുന്നത്. ഇതിൽ കൂടെ ഇവൻ കുഞ്ഞിലെ നീന്തി വരുമായിരുന്നത്രേ. നടന്നു വരുമ്പോൾ ഇവന്റെ കഴുത്തിന്റെ അത്രയും വെള്ളം നിന്നിട്ട് ഇവന് ശ്വാസം മുട്ടിയിട്ട് ഇവൻ ഇങ്ങനെ വന്ന് ഇവിടെ എന്തൊക്കെയോ കളക്ട് ചെയ്തോണ്ട് പോവായിരുന്നൊക്കെ ഇവൻ. അങ്ങനെ ഈ തള്ള കഥ കേട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പം എനിക്കൊന്ന് നിങ്ങളോടുകൂടെ കേൾപ്പിക്കാന്ന്. അപ്പം ഇന്ന് മൊത്തം ഇവന്റെ സ്ഥലങ്ങളും അതിൻ്റെ തള്ള സ്റ്റോറികളുമായിരിക്കും നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും, പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവൻ്റെ സ്ഥലമൊക്കെ നമുക്ക് എല്ലാം കണ്ടിട്ട് വരാം. ഓക്കെ, പിന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. കുളത്തിൽ നീന്തി വന്ന നരൻ ഇറക്കി പോകണം. ഓഹോ, ചെളിയിൽ ഇപ്പോൾ പ്ലീന്തിരിക്കും. എന്തൊരു നുണയാണോ ശങ്കു നീ എന്റെ പറഞ്ഞിട്ടുള്ളത്? ഈ വെള്ളത്തിൽ നീ നീന്തി വന്നു? നടന്നു വന്നാണ് ഞാൻ പറഞ്ഞത്. 1 മീറ്റർ ദൂരെ ഉള്ളത് ഞങ്ങൾക്ക് ആറ് തോട്. നടന്നു വന്ന പണ്ട് റോഡില്ലായിരുന്നു, ഇങ്ങനെ നമ്മൾ വന്നോണ്ടിരുന്നു. അമ്മ സമ്മതിച്ചു. തണുപ്പുണ്ടാ? തണുപ്പുണ്ട്, ചൊറിയും. പണ്ടെങ്ങനെയെന്തോ കടന്നു വന്നതാണ്. എങ്ങോട്ടാ വന്ന് എന്റെ പ്രകസനം കണ്ടിട്ടു തലേ തൊപ്പി. കരിക്കുമായി വരുന്ന ഫ്രീക്കറ്റ്. A few moments later. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ എടുക്കാൻ വേണ്ടി വന്ന കുട്ടിയാണ്. ചെരുപ്പില്ലെങ്കിൽ നോക്കണ്ട. വീഡിയോ ആണോ? വീഡിയോ എടുക്കാണോ? പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ സെലിബ്രിറ്റി അല്ലേ? ഇപ്പൊ ഈ സ്ഥലം ഇങ്ങോട്ട് കാണിക്കും. ഈ സ്ഥലം നിങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ ഒരു ഓണത്തിൻ്റെ ഒരു വിളവെടുപ്പ് വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതിൽ ഇങ്ങനെ നെല്ലൊന്നുമില്ല, ഇങ്ങനെ നല്ല പച്ച പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നത് വിളവെടുക്കുന്നതിൻ്റെ അന്നൊരു വീഡിയോ ചെയ്ത് എല്ലാവരെയും കാണിക്കാമെന്ന്. ആൻഡ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിളവെടുപ്പാണ്. ഓക്കെ, മെഷീൻ ഉണ്ടല്ലോ അവിടെ. ഭീകരനാണ്. അപ്പോൾ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ മെഷീൻ വെച്ചത് ഈ കാണുന്ന പാടം അത്രയും വിളവെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഫുൾ വിളവെടുക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളിത് കാണാനാണ് വന്നത്. അവർ വിളവെടുക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നെല്ലൊക്കെ നന്നായിട്ട് ഇതുപോലെ ഗോൾഡ് കളേഴ്സായി. ഈ കൊയ്യുന്ന വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കിയുള്ള കുഞ്ഞു കാര്യങ്ങളെ അറിയുള്ളൂ. പറയാം. അതിൻ്റെ പേരെന്താണ്? പേരറിയില്ല. അപ്പം ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇച്ചിരി ഗ്ലാമർ അല്ലായിരിക്കും, കാരണം ഇതാണ് എൻ്റെ ഒറിജിനൽ ലുക്ക്. മേക്കപ്പ് ഒക്കെ വെയിലത്ത് പോയി. അപ്പം എന്താ അതിൻ്റെ പേരറിയില്ല. പിന്നെന്തറിയാം, മണിക്കൂറിന് 3000 രൂപയാണ് അവൻ്റെ വാടക. അതിനകത്തോട്ട് ഇതിനെ ഇങ്ങനെ കയറ്റി വിട്ടിട്ട് നെല്ല് വേറെ കച്ചില് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ വീഡിയോ കാണാം. അടുത്ത് പോയി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ വല്ല മ്യൂസിക് ഇട്ട് ഡു ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കൊയ്യാൻ പോകുന്ന പാടം. ഇതെന്ന് വെച്ചാൽ പല ഫാമേഴ്സിൻ്റെയാണ്, എല്ലാവരുടെയും കൂടെ ഒരുമിച്ചാണ് കൊയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാർവെസ്റ്റ് മെഷീൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൊയ്ത്ത് യന്ത്രം എന്നൊക്കെ പറയുന്നത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ആണ്. 1983 മുതലാണ് ഇങ്ങനെ മെഷീൻ വെച്ചൊക്കെ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുവരെ സാധാരണ നോർമൽ ആളുകളായിരുന്നു. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കച്ചിലെല്ലാം ആ സ്പോട്ടിൽ കട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഇട്ടിട്ട് വരും. എന്നിട്ട് അതിനുശേഷം അതിനകത്ത് നിന്ന് കിട്ടുന്ന നെല്ല് മാത്രമേ ഇവർ വണ്ടിയിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരുള്ളൂ. ഇതൊരു ഫാൻ വെച്ചിട്ട് ഉള്ള പ്രോസസ്സിങ് എന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ അതിനകത്ത് ക്ലീനായി തന്നെ കിട്ടും, നെല്ല് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നെല്ല് മാത്രം നമുക്ക് ഈ ട്യൂബിൽ കൂടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ചാക്ക് വെച്ച് കളക്ട് ചെയ്യാം, അല്ലാണ്ട് തന്നെ കളക്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓരോരോ ഫാമേഴ്സിൻ്റെ അല്ലേ, അപ്പം ഓരോ ഫീൽഡ് കവർ ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ ഫാമേഴ്സും അവരുടെ ആളുകളും ഇങ്ങനെ ചാക്കിൽ കെട്ടിയെടുത്ത് അവരുടെ ഇതായിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ഓരോ ഫാമേഴ്സിൻ്റെ തീരുന്നതിനനുസരിച്ച് അവർക്കത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്നിട്ട് ഒരു ഫാമറിൻ്റെ സെറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ഫീൽഡ് പോയി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഉഴുത് നെല്ലിട്ടിരിക്കുന്ന വയൽ ഇതിനകത്ത് കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നു. ശങ്കു ഇറങ്ങിയാൽ മുട്ടുകാരുടെ തല്ലി ഒടിക്കും. ഞാൻ പയ്യെ ഇറങ്ങി ഒരു ചവിട്ടി ഒട്ടിയാൽ മതി. ചവിട്ടി ഒടിക്കും. കണ്ടിട്ടേ മറ്റേ ഇതില് ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നു. നാട്ടുകാരെ ഓടി വരണേ, നെല്ല് വെട്ടേക്കുന്നതിൽ ചിറങ്ങുന്നേ. അയ്യേ ഇവിടെ കട്ടി, എനിക്ക് സുഖം കിട്ടിയില്ല. ചവിട്ടണം. അയ്യേ ഭയങ്കര കട്ടി. വെള്ളം ഇല്ലാത്തണ്ടായി എനിക്കിങ്ങനെ പ്ലീന്തണോ വരുന്നത് അങ്ങോട്ട്. പ്ലീന്തണമെന്ന് ആഗ്രഹമായി ചവിട്ടാൻ പോകുന്നു. പ്ലീന്തിയില്ല. വെള്ളത്തിൽ ഇറങ്ങിയാൽ പ്ലീന്തും. അടുത്ത ആളി വൈ. എന്തൊരു സുഖം. അയ്യോ സുഖം കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വേണമെങ്കിൽ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിലൊരു കുഞ്ഞു വീഡിയോ ആണെന്ന് പറയാം. ആൻഡ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് നെല്ല് അതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതിന് താഴെ കമൻറ്റ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളോ എന്തെങ്കിലും കൃഷികളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ആൻഡ് ബൈ ബൈ.